ചില ആളുകൾക്ക് ഉണ്ട് ശകുനം നോക്കുന്ന ആളുകൾ. ഇതൊക്കെ തെറ്റാണ്. ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല. ഒരാളെ കണ്ടാൽ അന്നത്തെ ദിവസം നല്ല ഇതാണ്, ഒരാളെ കണ്ടാൽ അന്നത്തെ ദിവസം ഭയങ്കര മോശമാണ്. ഇതൊക്കെ ശൈത്താൻ ഓരോ ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരും. അത് അന്ധവിശ്വാസങ്ങളാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഇസ്ലാമിൽ എന്താണ്, ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങൾ അവിടെ നടക്കും. അല്ലാതെ ഒരാളെ ശകുനം കണ്ടിട്ട് നല്ലതും വരാനില്ല ദോഷവും വരാനില്ല. മനസ്സിലായില്ലേ? നമുക്ക് എന്താണ് നമ്മളുടെ ആയുസ്സിൽ അള്ളാഹു ഒരു ദിവസത്തിൽ അള്ളാഹു ഒരു സമയത്തിൽ ഖളാ ആക്കി വെച്ചിട്ടുള്ളത് സംഭവിച്ചിരിക്കും. മനസ്സിലായില്ലേ? ഇത്തരം ചിന്താഗതി നമ്മൾ ഒഴിവാക്കുക. കറുത്ത പൂച്ച വട്ടം ചാടിയ അത് യഥാർത്ഥത്തിൽ അത് മറ്റേ തെറ്റാണ്. അങ്ങനെയുള്ള ചിന്താഗതി പൂച്ചക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ വേണ്ടേ? കറുത്ത പൂച്ച വാഹനത്തിൻ്റെ മുന്നിൽ വട്ടം ചാടിയ തൊട്ട് അപ്പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ അപകടം സംഭവിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഈ പൂച്ച നമ്മൾ യാത്ര അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പൂച്ചാണ്ടി ചാടി, ആ ചാടിയ സമയത്ത് നമ്മൾ കുറച്ച് നേരമൊക്കെ വണ്ടി നിർത്തി ശരി ബേജാറായിട്ടുണ്ടാവും, പെട്ടെന്ന് ചാടി ചോട്ടെ. അതല്ല കറുത്ത പൂച്ചേനെ ഓട്ടം ചാടി, അപ്പോൾ കുറച്ച് കൂടുതൽ അപകടമാണ് സംഭവിക്കുന്നത്. നമുക്കിനി കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ ഇങ്ങനെ ചിന്തിച്ച് കിടക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ തെറ്റായ ധാരണകളും വിശ്വാസങ്ങളുമാണ്. അള്ളാഹു അതിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ അങ്ങനെ ചില ആളുകളുണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങളായിട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ചില വിശ്വാസങ്ങളെന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയാറുണ്ട്, നിന്നെ കൂട്ടിയിട്ട് പോയാൽ ഒന്നും നടക്കില്ല എന്ന് എനിക്കറിയാം. ഇത് നമ്മൾ ചില ആളുകൾ പറയാനായിട്ടുണ്ട്, നിന്നെ കൂട്ടിയിട്ട് പോയാൽ ഇത്തരം കാര്യങ്ങൾ നടക്കില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയാൽ മതിയായിരുന്നു. അങ്ങനെ ഒരാളെ കൂട്ടിയിട്ട് പോയാൽ ഒരു കാര്യം നടക്കും, ഒരാളെ കൂട്ടിയിട്ട് പോയാൽ ഒരു കാര്യം നടക്കില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ അന്ധവിശ്വാസികളായിട്ട് നമ്മൾ മാറരുത്. അതുപോലെ തന്നെയാണ് ചില ആളുകൾക്കുള്ള വിശ്വാസമാണ്, എന്തിനും സംശയമാണ്, എനിക്ക് സിഹിറുണ്ട്. ഇതൊക്കെ വെറുതെ നമ്മൾ തന്നെയാണ് നമ്മൾ ഇല്ലാതെയാക്കുന്നതെന്ന്. സിഹിർ ഉള്ളത് തന്നെയാണത്, നമ്മൾ സുയിപ്പാക്കുന്ന സംഗതി തന്നെയാണെങ്കിലും ചില ആളുകൾക്കുള്ള ചില അന്ധവിശ്വാസമാണ് എന്നെ ചെയ്തുക്കണു. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ നടന്നിങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ സ്റ്റെപ്പുമേ ഒന്ന് കാല് തട്ടിയപ്പോൾ ഇതെനിക്ക് കഷ്ടകാലമാണ്. നമ്മൾ ശ്രദ്ധിച്ച് നടക്കാതെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ കീപ്പോട്ട് നോക്കി കിടക്കാത്തതുകൊണ്ടല്ലേ ഇപ്പോൾ അവിടെ കാല് മറ്റേ ഒരു തറയിൽ മുട്ടിയത്. അതല്ലാതെ വേറെ ആരെങ്കിലും സിഹിർ ചെയ്തിട്ടാണോ? ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. അതായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കണ്ണുള്ള തന്നിങ്ങനെ താഴത്തേക്കും മേൽക്കൊക്കെ നോക്കാനാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ അപ്പോൾ നമുക്ക് ആ ഒരു തോന്നൽ ശൈത്താൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഓരോ സംഗതികൾ നമ്മൾ ശ്രദ്ധിക്കണം, ഓരോ വസ്വാസുകൾ. ഇപ്പോൾ ചില ആളുകൾക്കുള്ളതാണ്, നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഡോറ് ക്ലോസ് ചെയ്ത് കുറ്റിയിട്ടുണ്ടാവും. പിന്നെ നമുക്കിങ്ങനെ ഓരോ ഡൗട്ടുകൾ വരിക. ഒരു തവണ നോക്കി, 2 തവണ നോക്കി, മൂന്നാമത്തത് നമ്മൾ നോക്കിയെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു വസ്വാസാണ് അല്ലേ? അള്ളാഹു അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ദുആ ചെയ്യ്.